لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة نبينا محمد المصطفى صلى الله عليه وسلم ഏറ്റവും ബഹുമാനം ആദരവുകൾ നിറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഒക്കെ പ്രമുഖർ ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള ഉസ്താദമാർ, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, അതുപോലെ തന്നെ നമ്മുടെ പള്ളിയുടെ പ്രസിദ്ധ സെക്രട്ടറി ഫിറോസ് ഖാൻ, മറ്റ് സഹോദരിമാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ പുണ്യങ്ങൾ പൂത്തുലയുന്ന അല്ലാഹുവിൻ്റെ അപാരമായ വണ്ണമായ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹമായ പരിശുദ്ധമായ റമദാൻ, ആ റമദാൻ നമ്മിൽ നിന്നും വിട പറയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, ആ പരിശുദ്ധമായ റമദാനിൽ ഇങ്ങനെ മഹാന്മാരായ ബദരീങ്ങളുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവരെ തവസ്സുലാക്കിക്കൊണ്ട് ദുആ ചെയ്യുന്ന ഒരു മജ്ലിസ് എന്തുകൊണ്ടും ഖബൂലിയത്തുള്ള മജ്ലിസാണ്. ആദ്യം അള്ളാഹിന്റെ അടുത്ത് സമീപസ്ഥരായ മഹാന്മാരായ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹത്തുക്കളായ
ബദരീങ്ങളുടെ നാമങ്ങൾ നാം ഇവിടെ ഇന്ന് ഉച്ചരിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മജ്‌ലിസിന്റെ ഏറ്റവും വലിയ ബർക്കത്ത്. മറ്റൊന്ന്, പരിശുദ്ധമായ റമദാനിലെ മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹു ആദരിച്ച 3 പത്തുകളിലെ ഒരു പത്താണ് ഈ റമദാനിലെ അവസാനത്തെ 10. ആ അവസാനത്തെ 10-ൽ 27ാമത്തെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന രാവും കഴിഞ്ഞ് 27ാമത്തെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി വന്നിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഇബാദുകളായ മുഅ്മിനീങ്ങളായ നാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സദസ്സിന് ഏറ്റവും വലിയ ഖബൂലിയത്തുണ്ട്. ഇവിടെ മാസം തോറും നമ്മൾ മജ്‌ലിസുൻ നൂർ നടത്തി വരുന്നു. ആ മാസം തോറും മജ്‌ലിസുൻ നൂർ നടത്തി വരുന്നതിനേക്കാൾ അപ്പുറം, അതിലുപരി ആ ഒരു മാസം നടത്തുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഈ ഒരു റമദാനിൽ നമ്മൾ മജ്‌ലിസുൻ നൂർ നടത്തുമ്പോൾ അതിനേക്കാൾ എന്തായാലും പ്രതിഫലമുണ്ട്. കാരണം ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതും അതേപോലെ തന്നെയാണ്. റമദാനിൽ നമ്മൾ ഏതേലും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഇരട്ടി പ്രതിഫലം ലഭിക്കപ്പെടുന്നതാണ് എന്ന് അഷ്റഫുൽ വറാ മുത്തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇവിടെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്, ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്നിരുന്നാലും നാം പരിശുദ്ധമായ റമദാൻ, പരിശുദ്ധമായ ബദരീങ്ങളുടെ നാമങ്ങൾ ഉരുവിടുന്ന സദസ്സ്, ഇതെല്ലാം നല്ല നീയത്തോടു കൂടെയാണ് ഇന്നിവിടെ വന്നുകൂടിയിരിക്കുന്ന ആളുകളുടെ മനസ്സകത്തിൽ. ഒരു തൗഫീഖാണ്, വല്ലാത്ത ഭാഗ്യമാണ്. പല ആളുകൾക്ക് ഇതിൽ വരാൻ സാധിക്കാതെ പോയി, അവർക്ക് ഭാഗ്യം ലഭിച്ചില്ല. ഇന്നിവിടെ വന്നിരിക്കുന്ന സഹോദരിമാർ, ഉപ്പമാർ, സഹോദരന്മാർ, അവർക്ക് അല്ലാഹു അതിന് ഭാഗ്യം നൽകി എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരും ജഗന്നിയന്താവായ ഖാലിഖായ തമ്പുരാന്റെ സൃഷ്ടിജാലകത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിനെ പോലെ മറ്റൊരു സൃഷ്ടാവും ഈ ലോകത്തില്ല. പലവിധ കണ്ടെത്തലുകൾ നടത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, പക്ഷേ അവരൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ എത്തിപ്പെടാൻ കഴിയില്ല. ഈ ലോകമാകുന്ന ഈ ദുനിയാവ് അല്ലെങ്കിൽ ഈ അണ്ടകടാഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ രൂപകൽപ്പന ചെയ്തു വച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാനും നിങ്ങളും ഒന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാനും നിങ്ങളും നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് ഒന്ന് നോക്കുക. നമ്മുടെ ശരീരത്തിനെ റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്? ഒരു മനുഷ്യ ശരീരത്തിനെ ഒരു മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയുമോ? ഇല്ല. അത് ജഗന്നിയന്താവായ ഖാലിഖായ തമ്പുരാനെ മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് റോബോട്ടുകൾ രൂപകൽപ്പന ചെയ്യുന്നത് പോലെ ഒരു മനുഷ്യന് രൂപകൽപ്പന ചെയ്യാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയായ മനുഷ്യന് സാധിക്കുകയില്ല. ഈ മനുഷ്യ സൃഷ്ടിപ്പിനെ, ഈ മനുഷ്യ രൂപത്തിനെ ജഗന്നിയന്താവായ ഖാലിഖായ തമ്പുരാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഞാനും നിങ്ങളും ഒന്ന് മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിൽ അല്ലാഹു പറഞ്ഞു വെക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ ثم جعل نسله من سلالة من ماء مهين. എന്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ കലാം പറഞ്ഞു വെക്കുന്നത് എങ്ങനെയാ? മാനവ സൃഷ്ടിപ്പിന്റെ, മനുഷ്യകുലത്തിന്റെ ഉത്ഭവം അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ.
മനുഷ്യകുലത്തിന്റെ ആരംഭം അത് കളിമണ്ണിൽ നിന്നുകൊണ്ട് കളിമണ്ണിൽ നിന്നുകൊണ്ട് എന്നിട്ടോ പിന്നീട് അവന്റെ സന്തതിയെ ഒരു നിസാരമാകുന്ന ദ്രവത്തിന്റെ സത്തയിൽ നിന്നുകൊണ്ട് അല്ലാഹു ആക്കുന്നു. എന്താണ് ഇങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം? ജഗന്നിയന്താവായ ഖാലിഖായ തമ്പുരാൻ ഈ ഭൂമി ലോകത്തേക്ക് ഒരു സൃഷ്ടിപ്പിനെ ആക്കാൻ വിചാരിക്കുന്നു. മഹാനായ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കുകയാ. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയലിൽ നിന്നും മഹദിയാന ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും സൃഷ്ടിക്കുന്നു. പിന്നീട് അവർ രണ്ടുപേരിൽ നിന്നുമായി ഈ ലോകത്ത് കാണുന്ന മാനവകുലം മുഴുവനും അവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇവിടെ എന്താണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്? നിസാരമായ ഒരു വെള്ളത്തിന്റെ സത്തയിൽ നിന്ന്. ഏതാണ് നിസാരമായ വെള്ളത്തുള്ളി? ബീജത്തുള്ളിയിൽ നിന്ന്. വെറുമൊരു ബീജത്തുള്ളിയിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാണുന്ന സൃഷ്ടിപ്പൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ബീജത്തുള്ളിയും ഒരു പുരുഷന്റെ ബീജത്തുള്ളിയും അതല്ലെങ്കിൽ അവൻ മൂത്രവിസർജനം നടത്തുമ്പോഴും ഇതെല്ലാം ഒരു ദ്വാരത്തിനോട് കൂടെയാണ് അല്ലാഹു രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, മൂത്രം എന്നുള്ളത് അത് നജസ, മൂത്രവിസർജനം നജസ, മൂത്രം നജസ. നേരെ മറിച്ച് ഈ ബീജത്തുള്ളി എന്നുള്ളത് അത് ശുദ്ധമുള്ളതാ. ഈ ബീജത്തുള്ളിയും അതുപോലെ തന്നെ മൂത്രവും ഇത് രണ്ടും ഒരു ദ്വാരത്തിലൂടെ അല്ലാഹു പുറപ്പെടുവിപ്പിച്ചു. പക്ഷേ രണ്ടിനെയും അല്ലാഹു വേർതിരിച്ചാണ് പുറപ്പെടുവിപ്പിക്കുന്നത്. ആ രൂപത്തിൽ അതിനെ രൂപകൽപ്പന ചെയ്യാൻ പറ്റുന്ന റബ്ബ് എത്ര വലിയവനാ! അത്രത്തോളം ഖുർആൻ തന്നെ പ്രതിപാദിക്കുന്നത് നിസാരമായ വെള്ളമെന്ന നിസാരമായ വെള്ളത്തിൽ നിന്ന് ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന് ഉണ്ടായ മനുഷ്യന്റെ അഹങ്കാരം എത്രയാ, അഹന്തത എത്രയാ, അവന്റെ മേനി നടപ്പ് എത്രയാ. പിന്നീട് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ കലാമിലൂടെ പറയുന്നു, ബഹുമാനമുള്ളവരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ സൃഷ്ടിപ്പാ, മനുഷ്യന്റെ സൃഷ്ടിപ്പാണ് അല്ലാഹു പറയുന്നത്. ഈ ബീജത്തുള്ളിയെ അല്ലാഹു പിന്നെ പരിവർത്തിപ്പിക്കുന്നത് ഒരു രക്തപിണ്ഡമായി കൊണ്ട് അല്ലാഹു അതിനെ പരിവർത്തിപ്പിക്കുകയാ. പിന്നെ ആ രക്തപിണ്ഡത്തെ അല്ലാഹു ആക്കുന്നത് മാംസപിണ്ഡമാക്കുകയാ. പിന്നെ ആ മാംസപിണ്ഡത്തിനെ അല്ലാഹു ഇളാമ, അതിന് എല്ലുകൾ നൽകുകയാ. പിന്നെയും ആ എല്ലുകൾക്ക് മുകളിൽ അല്ലാഹു മാംസത്തെ ആക്കുകയാ. നോക്കണം നിങ്ങൾ, ഒരു ഉമ്മായുടെ ഗർഭാശയത്തിൽ കുട്ടി വളരുന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പോ ഓരോ മാസം കൂടുന്തോറും, ഓരോ മാസം ചെല്ലും തോറും ആ ഉമ്മാക്ക് അതിന് മനസ്സിലാകുകയാ, എന്റെ വയറ്റിനകത്ത് കുഞ്ഞ് വളരുന്നത് ഓരോ മാസവും ആ ഉമ്മ മനസ്സിലാക്കുകയാ. ഒരു സ്ത്രീയുടെ അണ്ടത്തോട് ഈ മനുഷ്യന്റെ ബീജത്തുള്ളി, ഒരു ബീജത്തുള്ളിയിലെ 20 മില്യണിലധികം ബീജങ്ങളുണ്ട്, 20 മില്യണിലധികം കോശങ്ങളുണ്ട്. ആ കോശങ്ങൾ അടങ്ങിയ ബീജത്തുള്ളിയിൽ നിന്ന് ഒരു കോശമാണ്
സ്ത്രീയുടെ അണ്ഡാശയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ബീജവും മണ്ഡവും സംയോജിച്ചുകൊണ്ട് അവിടെ അതാ ഒരു കുട്ടിക്ക് വേണ്ടി തുടങ്ങുകയാ, ഒരു കുട്ടിയുടെ സൃഷ്ടിപ്പ് തുടങ്ങുകയാ. അങ്ങനെ ഓരോ മാസം കൂടുന്തോറും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് മാംസങ്ങൾ നൽകുന്നു, എല്ലുകൾ നൽകുന്നു. പിന്നെയും മാംസങ്ങളെ കൊണ്ട് ആവരണം നടത്തുന്നു. പിന്നെ അതാ കുട്ടിയുടെ ഒരു മനുഷ്യ കോലത്തിലേക്ക് അല്ലാഹു ആക്കുകയാ. ഈ തരത്തിൽ ഒരു സൃഷ്ടിപ്പ് നടത്താ അല്ലാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടാവിനും കഴിയുകയില്ല. ഈ ഖാലിഖായ തമ്പുരാന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ഞാനും നിങ്ങളും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്ന കൈകാലുകള്, എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്ന കണ്ണുകള്, എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്ന സംസാരത്തിലുള്ള വൈഭവം, എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്ന കാലുകള്, എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്ന ഏതേത് സൃഷ്ടിപ്പുകളുണ്ടോ അതെല്ലാം, അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏത് തരത്തിലാണ് അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്, ഏത് തരത്തിലാണ് അല്ലാഹു വിഭാവനം ചെയ്തിട്ടുള്ളത്, ഇത് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അതിനെ ചിന്തിക്കുന്ന ആളുകൾക്കാണ് അവർക്കാണ് അല്ലാഹുവിന്റെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കാണ് സത്യം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു, വഫിൽ അർദി ആയാതുൻ ലിൽ മൂഖിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ദൃഢമായി വിശ്വസിക്കുന്ന ദൃഢമായ വിശ്വാസികൾക്ക് ഭൂമിയിലും നിങ്ങളുടെ ശരീരത്തിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. അഫലാ തുബ്സിറൂൻ. നിങ്ങളതിനെ കണ്ട് മനസ്സിലാക്കുന്നില്ലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാ. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹു പിന്നീട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വല്ലാത്ത ചോദ്യമാ. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഓ മാനവകുല, ഓ മനുഷ്യരേ, എന്റെ ഇബാദുകളെ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബതും നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിചാരം ഇങ്ങനെയാണോ? നിങ്ങൾ എന്താണ് ഭാവിച്ചു വെച്ചിട്ടുള്ളത്? അന്നമാ ഖലഖനാകും അബസാ. നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് വെറുതെയാണോ? നിങ്ങളെ ഞാൻ ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചയച്ചിട്ടുള്ളത് വെറുതെയാണോ? ഈ ഭൂമി ലോകത്ത് അഹങ്കാരത്തോടെ നടക്കാനാണോ? ഈ ഭൂമി ലോകത്ത് എനിക്ക് ഇബാദത്തുകൾ ചെയ്യാതെ അഹങ്കാരത്തോടുകൂടെ നടക്കാനാണോ നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്? അല്ല അല്ല. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ? നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ നിങ്ങളുടെ മടക്കം എന്നിലേക്കല്ല എന്നുള്ളത്? അല്ല അല്ല. നിങ്ങൾ എന്നിലേക്ക് തന്നെ മടക്കപ്പെടും. നിങ്ങളെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് എങ്കിൽ, നിങ്ങളെ കളികളിൽ നിന്നാണ് നിങ്ങളുടെ നബി അലൈഹിസ്സലാം നമ്മുടെ എല്ലാവരുടെയും ഉത്ഭവം മണ്ണ. ആ മണ്ണിൽ നിന്നാണോ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് എങ്കിൽ ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ ഞാൻ മടക്കുക തന്നെ ചെയ്യും. ആ മണ്ണിൽ നിന്ന് നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഖബറിലേക്ക് നമ്മൾ ഒരു പിടി കണ്ടു വാരിയിടുമ്പോ മിൻഹാ ഖലഖനാകും വമിൻഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളെ മണ്ണ് വാരിയിടുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ ലോകത്ത് വളരെ തമാശപൂർവമായി കൊണ്ട് അഹങ്കരിച്ച് നടക്കുമ്പോ അല്ലാഹു നമ്മളോട് ചോദിക്കുകയാ, എന്നോടും നിങ്ങളോടും അല്ലാഹു ചോദിക്കുന്നു, അഫഹസിബതും നിങ്ങൾ ഭാവിക്കുന്നുണ്ടോ? അന്നമാ ഖലഖനാകും
നിങ്ങൾ വായിക്കുന്നുണ്ടോ എന്ന് ഖാലിഖായ തമ്പുരാൻ നമ്മോട് ചോദിക്കുകയാ. ഇത്തരത്തിൽ വളരെ സിസ്റ്റമാറ്റിക്കായി കൊണ്ട് അതല്ലെങ്കിൽ മറ്റൊരാൾക്കും ഒരു സൃഷ്ടിക്കുന്ന മറ്റൊരാൾക്കും ഇത്തരത്തിൽ ഒരു രൂപകൽപ്പന ചെയ്യാൻ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപകൽപ്പന ചെയ്തതാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിലുള്ള കണ്ണുകൾ, കാതുകൾ, അതുപോലെ തന്നെ ഹൃദയങ്ങൾ, കൈകാലുകൾ, ഏതേത് അവയവങ്ങളുണ്ടോ അതെല്ലാം അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് അതേ രൂപത്തിലാണ്. നമ്മുടെ ഈ വിരലുകൾ മടക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനം ഏത് രൂപത്തിലാണ് അല്ലാഹു പ്രവർത്തിച്ചു വെച്ചിട്ടുള്ളത്? വളരെയധികം ചിന്തിക്കണം. അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴാ നമുക്ക് മനസ്സിൽ ഈമാൻ കയറുന്നത്, അല്ലാഹുവിലേക്ക് നാം ലയിച്ചു പോകുന്നത്. ഇത്തരത്തിൽ നമ്മളെ സൃഷ്ടിച്ചു വെച്ച അല്ലാഹ് പ്രാപഞ്ചിക പ്രതിഭാസത്തിന്റെ ആമുഖമായി പ്രപഞ്ചത്തിൽ പ്രവചൊരിഞ്ഞ പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടെന്ന് പറയുകയാ, യഅതി സമാനുൻ അലാ ഉമ്മതി. ഈ മനുഷ്യന്റെ അറബി വേർഡ് ഇൻസാൻ എന്നാണല്ലോ. ഇൻസാൻ എന്ന അറബി വേർഡിന്റെ അർത്ഥമാണല്ലോ മനുഷ്യൻ എന്നുള്ളത്. നിസിയാനിൽ നിന്നാണ് മനുഷ്യന്റെ ഈ ഇൻസാൻ എന്നുള്ളത് ഉണ്ടായിട്ടുള്ളത്. നിസിയാൻ എന്ന് പറഞ്ഞാൽ മറവിയ. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുന്നു, യഅതി സമാനുൻ അലാ ഉമ്മതി. എന്റെ ഉമ്മത്തിന്റെ മേൽ ഒരു കാലഘട്ടം വരാറുണ്ട് സ്വഹാബ. യുഹിബ്ബൂന ഖംസാ വയൻസൗന ഖംസാ. 5 കാര്യങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു സ്വഹാബ. വയൻസൗനൽ ഖംസാ. അവർ 5 കാര്യങ്ങളെ മറക്കുകയും ചെയ്യുന്നു സ്വഹാബ. 5 കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയും 5 കാര്യങ്ങൾ മറക്കുകയും ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടം വരാനുണ്ട് സ്വഹാബ. എന്റെ ഉമ്മത്തിന്റെ മേലിൽ ഇത്തരത്തിലൊരു കാലഘട്ടം വരാനുണ്ടെന്ന് സ്വാദിഖുൽ മസ്ദൂഖായ ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ് 5 കാര്യങ്ങൾ? നമ്മൾ അവർ വല്ലാതെ ഇഷ്ടപ്പെടുന്ന 5 കാര്യങ്ങൾ ഏതാ? അവർ മറന്നു പോകുന്ന അശ്രദ്ധയിലാകുന്ന 5 കാര്യങ്ങൾ ഏതാ? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാ, യുഹിബ്ബൂന ദുനിയാ വയൻസൗനൽ ആഖിറ. അല്ലാഹുവിന്റെ ഈ വൈഭവമാകുന്ന ദുനിയാവുണ്ടല്ലോ, വളരെ നമുക്ക് ഇതിലേക്ക് ലയിച്ചു പോകാൻ വിധത്തിൽ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടും. ആ സമയത്ത് നമ്മൾ മറന്നു പോകുന്നത് നമ്മുടെ ശ്രദ്ധ വരാനാകുന്ന കാര്യമേതാ? ഇവിടെ എന്തെന്നും ശേഷിക്കുന്നതായ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. പരിശുദ്ധമായ ഖുർആനിലെ അല്ലാഹു എല്ലാ സമയത്തും നമ്മളെ പ്രബോധനം ചെയ്യുന്ന, നമ്മളെ ഉത്ബോധനം ചെയ്യുന്ന ഒരു ആയത്താ. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ശേഷിക്കുന്നത് ആഖിറമായ ലോകമാണ്. ഈ ദുനിയാവെന്നത് ഒരു കടലിൽ നിന്ന് പാരാപാരം നീണ്ടു നിരന്ന് കിടക്കുന്ന ഒരു സമുദ്രത്തിൽ നിന്ന്, ആ സമുദ്രത്തിൽ നിന്നൊരു ടീസ്പൂൺ വെള്ളം അങ്ങോട്ട് കോരിയെടുക്ക, ആ സമുദ്രത്തിൽ നിന്നൊരു ടീസ്പൂൺ അങ്ങോട്ട് വെള്ളം കോരിയെടുക്ക. എത്രയാണോ ആ സ്പൂണിൽ കൊള്ളുന്നത്, അത് മാത്രമേ ഈ ദുനിയാവുള്ളൂ. ബാക്കി പാരാപാരം കിടക്കുന്ന സമുദ്രമുണ്ടല്ലോ, അതുപോലെയാണ് അല്ലാഹുവിന്റെ ആഖിറമായ ലോകം. ആ ആഖിറമായ ലോകത്തിൽ നമ്മൾ മറന്നു ജീവിക്കുകയാ. ഈ ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ അഹോരാത്രം പണിയെടുക്കുകയാ. ഈ ദുനിയാവിൽ നമ്മൾ മറന്നു പോവുകയാ. ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലെ മഹാനായ മക്കയെ ഉറപ്പിച്ച, മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അഖദ റസൂലുള്ളാഹി ബിമൻകിബൈഹി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു
ചുമലുകളിൽ കൈകൾ വെച്ചിട്ട് പറയുകയാ, ഉമറേ കും ഫി ദുനിയാ കഅന്നക ഗരീബ്, ഈ ദുനിയാവിൽ നീ ഒരു വിദേശിയെ പോലെയാകണം ഉമറേ, ഔ ആബിറു സബീൽ, അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം ഉമറേ. നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഏതാ? നമ്മളുടെ എത്തിച്ചേരാൻ ഉദ്ദേശിക്കുന്ന സ്ഥലമേതാ? നമ്മളുടെ തറവാട് ഏതാ? നമ്മളുടെ മനുഷ്യകുലത്തിന്റെ ആദ്യ പിതാവ് അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമിനെയും മഹദിയായ ഭാര്യ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെയും നമ്മുടെ അതിസാദിയായ പിതാവും മാതാവുമല്ലയോ? അവർ രണ്ടുപേരെയും അല്ലാഹു സൃഷ്ടിച്ചയച്ചത് എവിടേക്കാ? നമ്മളെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, അല്ലാഹുവിന്റെ ഔദാര്യമായി നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗ്ഗമാകുന്ന ലോകമുണ്ടല്ലോ, ആ സ്വർഗ്ഗമാകുന്ന ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർ രണ്ടുപേരെയും സൃഷ്ടിച്ചയച്ചിട്ടുള്ളത്. ആ സ്വർഗ്ഗമാണ് നമ്മുടെ തറവാട്, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ആ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണ് നാം ഉള്ളത്. അതിലേക്കുള്ള യാത്രാ മധ്യമാണ്, അതിലേക്കുള്ള യാത്രാ വഴിയാണ് ഈ ദുനിയാവ് മാത്രം. അതിലേക്കുള്ള യാത്രാ വഴിയാണ് ഈ ദുനിയാവ്. ഈ ദുനിയാവിൽ നമ്മള് വിശ്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒന്ന് മാത്രമാണ് നമ്മുടെ വീടുകള്. നമ്മുടെ ഈ ദുനിയാവിൽ നമുക്ക് കഴിഞ്ഞുകൂടാൻ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം മാത്രമാണ് നമ്മുടെ ജോലികള്. അല്ലാതെ ഈ ദുനിയാവിൽ നിന്നും ശേഷിക്കുന്നതാണ് ഒരാളും വിചാരിച്ചു പോകേണ്ട. ഈ ദുനിയാവ് നശിക്കാനുള്ളതാ, ഈ ദുനിയാവ് പാടെ തീരാനുള്ളതാ. അങ്ങനെ അതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുന്നു, ഓ ഉമറേ, ഇദാ അംസൈത ഫലാ തൻതദിർ സബാഹ് വഇദാ അസ്ബഹത ഫലാ തൻതദിർ മസാ. ഓ ഉമറേ, ഈ ദുനിയാവ് ഒരു ചതിയ, ഈ ദുനിയാവ് മനുഷ്യനെ ചതിക്കുന്നതാ. അതുകൊണ്ട് നിങ്ങളെ പ്രഭാതമായ, നിങ്ങളെ പ്രദോഷമായാൽ നിങ്ങളെ പ്രഭാതത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത്, നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പ്രഭാതമായ പ്രദോഷത്തെ നിങ്ങൾ പ്രതീക്ഷിക്കില്ല ഉമറേ എന്ന് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ. മാത്രവുമല്ല, മനുഷ്യന്റെ ഉറക്കം കെടുത്തുന്ന, ഒരു മൂടക്കത്തോടെ മനുഷ്യന്റെ ഉറക്കം കളയുന്ന, മനുഷ്യന്റെ ചോര ഊറ്റി കുടിക്കുന്ന ഒരു ചെറിയ ജീവിയാണല്ലോ കൊതുക് എന്നുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, കൊതുകിന്റെ ചിറകിനോളം വില അല്ലാഹു ഈ ദുനിയാവിന് കൊടുത്തിട്ടില്ല. ഒറ്റ അടിക്ക് തീരുന്നതാണ് കൊതുകിന്റെ ആയുസ്. എത്രയോ ഉള്ളൂ ഈ ദുനിയാവിന്റെ ആയുസ് എന്ന് സാദിഖുൽ മസ്ദൂഖായ ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ. മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഓ സഹോദരാ, ഓ സഹോദരി, നിങ്ങൾ കേട്ട് മനസ്സിലാക്കണേ, നിങ്ങൾ മനസ്സിലാക്കണമേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹ്വ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാതുറുൻ ഫീ അംവാലി വൽ ഔലാദ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, തീർച്ചയായും ഈ ലോകമുണ്ടല്ലോ, ഈ ദുനിയാവിലെ ജീവിതമുണ്ടല്ലോ, കേവലം കളിയും തമാശയുമാ. കേവലം ഒരു കളിയും തമാശയും വിനോദവും അലങ്കാരവുമാ. അലങ്കാരവുമാ. നിങ്ങൾക്കിടയിൽ അങ്ങുമിങ്ങും പൊങ്ങച്ചം നടിക്കുന്നതാണ് ഈ ദുനിയാവ്. സമ്പത്തും സന്താനങ്ങളും വർദ്ധിപ്പിക്കലില്ലാതെ അത് മാത്രമാണ് ഈ ദുനിയാവ്. രണ്ടാമതായി ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ, യുഹിബ്ബൂനൽ മാല വയൻസൗനൽ ഹിസാബ. അഞ്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന
നഷ്ടപ്പെടുമെന്നും 5 കാര്യങ്ങൾ മറക്കുമെന്നും പറഞ്ഞല്ലോ. അതിൽ രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് എഴുതുന്നത് യുഹിബ്ബൂനൽ മാല, സമ്പാദ്യത്തെ അവർ ഇഷ്ടപ്പെടുന്നു. വയൻസൗനൽ ഹിസാബ, സമ്പാദ്യത്തെ ഇഷ്ടപ്പെടുന്നത് തെറ്റില്ല, സമ്പാദ്യം സമ്പാദിക്കുന്നത് തെറ്റില്ല. പക്ഷയോ വയൻസൗനൽ ഹിസാബ, അതിന്റെ വിചാരണയെ നാം മറക്കാൻ പാടില്ല. ഏത് തരത്തിലാണ് നാം സമ്പത്തിനെ നമ്മൾ സമ്പാദിച്ചത്, ഏത് തരത്തിലാണ് സമ്പത്തിനെ നാം വിനിയോഗിച്ചത്, ഈ ഒരു കാര്യത്തെ നമ്മളോട് വിചാരണ ചെയ്യപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളാകുമ്പോ ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളാകുമ്പോ ഒരു അടിമയുടെ 2 കാൽപാദങ്ങൾ ചലിക്കൂല. ഹത്താ യുസ്അല അൻ ഉമരിഹി ഫീമാ അഫ്നാ, അവന്റെ ആയുസ്സിനെ പറ്റി ചോദിക്കും, നിന്റെ ആയുസ് നീ എവിടെ ചെലവഴിച്ചു? വൈനൽമിഹി ഫീമാ ഫഅല, നീ പഠിച്ച അറിവ് കൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു? വമാലിഹി, കേൾക്കണം സഹോദര, കേൾക്കണം സഹോദരി, നീ സമ്പാദിച്ച സമ്പാദ്യം അതിനെ തൊട്ട് അല്ലാഹു ചോദിക്കുന്നുണ്ട്. മിൻ ഐന ഇക്തസബഹു, നീ അതിനെ എവിടെ നിന്നാണ് അതിനെ നീ സമ്പാദിച്ചത്? വഫീമാ അൻഫഖഹു, നീ അതിനെ എവിടെയാണ് നീ ചെലവഴിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമ്പാദ്യം എവിടെ നിന്നാണ് നീ സമ്പാദിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം പറയണമെങ്കിൽ നല്ല രൂപത്തിലായിരിക്കണം നമ്മുടെ സമ്പാദ്യം. അതേ പ്രകാരം സമ്പാദിക്കപ്പെടുമ്പോ ഈ സമ്പാദ്യം എങ്ങനെയാണ് സമ്പാദിച്ചത് എന്ന് എന്നോട് വിചാരണ ചെയ്യപ്പെടുന്നു എന്നുള്ളത് മറക്കാത്ത രൂപത്തിലാകണം. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യുഹിബ്ബൂനൽ മഖ്ലൂഖ വയൻസൗനൽ ഖാലിഖ, ഞാൻ തുടക്കം പറഞ്ഞു വച്ചല്ലോ, നമ്മുടെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വച്ചല്ലോ. ഇത്തരത്തിൽ ഒരാൾക്കും സൃഷ്ടിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? മഖ്ലൂഖീങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണ്, സിനിമാ നടന്മാരെ വല്ലാത്ത ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ സ്പോർട്സിന്റെ താരങ്ങളെ വല്ലാത്ത ഇഷ്ടപ്പെടുന്നു. പക്ഷെ ഇവരെയൊക്കെ സൃഷ്ടിച്ച ഖാലിഖായ തമ്പുരാനെ നമ്മൾ മറക്കുന്നു, ഉടമയെ മറക്കുന്ന അടിമയായി മാറുകയാ. ഇതെന്താണ് അവസ്ഥ? അതല്ലേ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അതല്ലേ അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞു വെച്ച കാര്യമല്ലേ ഇവിടെ പുലർന്നുകൊണ്ടിരിക്കുന്നത്? നാലാമതായി അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ എണ്ണുകയാണ്, യുഹിബ്ബൂനൽ ഖുസൂറ വയൻസൗനൽ ഖുബൂറ, രമ്യഹർമ്മങ്ങളെ, അമ്പരച്ചുംബരായ മാനം മുട്ടേ നല്ല രൂപത്തിൽ വളരെ മനോഹരമായി കാണുന്ന കൊട്ടാര സമാനമായ താമസ സ്ഥലങ്ങളെ നിങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ അമ്പരച്ചുംബികളാകുന്ന രമ്യഹർമ്മങ്ങളെ നമ്മൾ വല്ലാതെ ഓടി പിടിപ്പിക്കുന്നു. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നാം പോയി കിടക്കേണ്ട 6 അടി മണ്ണാകുന്ന ഖബറുണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് നാം എന്ത് മോടി പിടിപ്പിക്കലാണ് ഓടി പിടിപ്പിച്ചിട്ടുള്ളത്, എന്ത് പ്രകാശമാണ് അതിലേക്ക് നാം ഇറക്കി വെച്ചിട്ടുള്ളത്. ആ ഖബറിനെ നാം മറക്കുന്നുണ്ട്. എല്ലാവർക്കും മരണമുണ്ടല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. അല്ലാഹുവിന്റെ അടുക്കൽ സമീപസ്ഥനായ ഒരു ആബിദായ മനുഷ്യൻ അല്ലാഹുവിനോട് ഈ ദുനിയാവിനെയും ഖബറിനെയും അതുപോലെ തന്നെ മരണത്തിനെയും പറ്റി ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനിക്ക് ഒരു സ്വപ്നം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു, ആ മനുഷ്യനെ ഒരു പിടിമൃഗം പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നാലെ ഓടുകയാ. ഈ മനുഷ്യൻ തന്റെ ജീവനം കൊണ്ട് അങ്ങേയറ്റം ജീവനം പിടിച്ചുകൊണ്ട് വേഗതയിൽ കുടിക്കുകയാ, വേഗതയിൽ ഓടുകയാ. തന്റെ തൊട്ടു പിന്നിൽ ഒരു സിംഹം തന്നെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആ ഓട്ടത്തിന്റെ ഇടയില് ആ മനുഷ്യനതാ
ഒരു പൊട്ട കിണറിലേക്ക് കാല് തട്ടി വീഴുകയാ. ആ വീഴ്ചയുടെ ഗർത്തത്തില്, ആ വീഴ്ചയുടെ ആ ഫലത്തില് ആ മനുഷ്യനതാ ആ പൊട്ട കിണറിന്റെ ഉൾഭാഗത്തിൽ നിന്ന്, ഒരു സൈഡ് ഭാഗത്തിൽ നിന്ന് മുളച്ചു പൊന്തിയതായ ഒരു മരക്കൊമ്പിൽ ആ മനുഷ്യൻ തങ്ങി വീഴുകയാ. ആ മരക്കൊമ്പിൽ ആ മനുഷ്യൻ അവിടെ തങ്ങി വീഴുമ്പോ ആ മനുഷ്യൻ മുകളിലേക്ക് നോക്കുമ്പോ ആ മുകളിലതാ ആ മനുഷ്യനെ പിടിക്കാൻ വന്ന പിടിമൃഗമുണ്ടല്ലോ, ആ സിംഹം ആ മനുഷ്യനെ തന്നെ കാത്തു കെട്ടി അവിടെ നിൽക്കുകയാ, അവിടെ ഇരിക്കുകയാ. ആ മനുഷ്യൻ താൻ വീണ ആ പൊട്ടക്കിണർ മുഴുവനൊന്നും പരിശോധിച്ചു നോക്കി. ആ പൊട്ടക്കിണറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, വല്ലാത്ത കൂരിരുട്ടും അതുപോലെ തന്നെ ഒരു സർപ്പവും, വലിയൊരു സർപ്പവും അതിനകത്തുണ്ട്. ആ മനുഷ്യൻ വല്ലാത്ത ഭയപ്പെട്ടു പോയി, വല്ലാതെ പേടിച്ചു പോയി. അങ്ങനെ നോക്കുമ്പോഴതാ ആ മനുഷ്യൻ ഒരു സൗണ്ട് കേൾക്കുകയാ, കാർന്ന് തിന്നുന്ന സൗണ്ടാ. ആ മനുഷ്യൻ നോക്കുമ്പോ ആ മനുഷ്യൻ തങ്ങി നിൽക്കുന്ന മരക്കൊമ്പുണ്ടല്ലോ, ഉമ്മിനെ നീ ശ്രദ്ധിക്കണം. ആ മരക്കൊമ്പിന്റെ താഴ്ഭാഗത്ത് ഒരു കറുത്തതും വെളുത്തതുമായ രണ്ട് എലികൾ ആ മരക്കൊമ്പിനെ കാർന്ന് തിന്നുകയാ. ആ മനുഷ്യൻ വല്ലാതെ ഓടിച്ചു പോയി. ആ എലികളെങ്ങാനും ഈ മരക്കൊമ്പിനെ കാർന്നു തിന്ന ഈ മരക്കൊമ്പ് മുറിഞ്ഞു വീഴുമല്ലോ, സർപ്പത്തിന്റെ അടുത്തേക്ക് വീഴുമല്ലോ, എന്റെ കഥ കഴിയുമല്ലോ. ഇത്തരത്തിൽ പേടിച്ച് വിറങ്ങലിച്ച് ആ മരക്കൊമ്പിൽ നിൽക്കുമ്പോ ആ മനുഷ്യന്റെ മുഖത്തേക്ക് ഒരു വെള്ളത്തുള്ളി വന്ന് ചാടുകയാ, വെള്ളത്തുള്ളി വന്ന് അങ്ങോട്ട് ഇറ്റുകയാ. ആ മനുഷ്യൻ അതിന് ജിജ്ഞാസാപൂർവം വളരെ വല്ലാത്ത ആഗ്രഹമായി എന്താണ് ഈ വെള്ളത്തുള്ളി. ആ മനുഷ്യൻ തന്റെ വായ വെച്ചു കൊടുക്കുകയാ. പിന്നെയും ധാരധാരയായി വെള്ളത്തുള്ളി ഒറ്റുന്നുണ്ട്. ഈ മനുഷ്യൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്റെ വായ അങ്ങോട്ട് ആ വെള്ളത്തുള്ളിയിലേക്ക് വെച്ചു കൊടുക്കുകയാ. അങ്ങനെ അതാ പൂർണ്ണമായും ആ മനുഷ്യൻ ഓരോ തുള്ളിയും തീറ്റായി തന്റെ വായ കണക്കാക്കുകയാ. ഒന്നാമത്തെ പ്രാവശ്യം ആ മനുഷ്യൻ അതിനെ വായ വെച്ച് വാങ്ങിയപ്പോ വല്ലാത്ത സ്വാദ, വല്ലാത്ത മധുരമാ. ആ മനുഷ്യൻ തന്നെ പിടിക്കാൻ കാത്തു നിൽക്കുന്ന സിംഹത്തെ മറക്കുന്നു, തന്നെ പിടിക്കാൻ തന്നെ താൻ വീഴുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കൂരിട്ടായ കിണറിന്റെ ഗർത്തം, ആ പാമ്പെ ആ മനുഷ്യൻ മറക്കുന്നു. താൻ തങ്ങി നിൽക്കുന്ന ആ മരക്കൊമ്പുണ്ടല്ലോ, ആ മരക്കൊമ്പ് തിന്നുന്ന രണ്ട് എലികളാ മനുഷ്യൻ മറന്നുകൊണ്ട് വീഴുന്ന ആ സ്വാദിഷ്ടമായ ഓരോ തുള്ളിയും ഇങ്ങനെ തൊണ്ടയിലാക്കാൻ, വായയിലാക്കാൻ ആ മനുഷ്യൻ കഠിന പരിശ്രമം നടത്തുകയാ. ഇതേ പ്രകാരമാണ് മരണവും ദുനിയാവും ഖബറുമെന്ന് ആ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുകയാ. എങ്ങനെ ആ മനുഷ്യനെ പിടിക്കാൻ വന്ന സിംഹമുണ്ടല്ലോ, ആ മനുഷ്യനെ പിടിക്കാൻ വന്ന പിടിവർഗമുണ്ടല്ലോ, അതാണ് നാം ഓരോരുത്തരുടെയും റൂഹിനെ പിടിക്കാൻ വരുന്ന അസ്രായീൽ അലൈഹിസ്സലാം മരണത്തെ പിടിക്കാൻ വരണം, മരണമെന്ന്. അതുപോലെ തന്നെ ആ മനുഷ്യന്റെ ആ പൊട്ടക്കിണറിന്റെ ഗർത്തത്തിൽ ആ മനുഷ്യൻ കണ്ട ആ സർപ്പമുണ്ടല്ലോ, ആ സർപ്പമാ ഇന്നല്ലെങ്കിൽ നാളെ നാം പോയി കിടക്കേണ്ട ഖബറെന്ന് 6 അടി കൊണ്ട് ആ മനുഷ്യൻ തങ്ങി നിൽക്കുന്ന മരക്കൊമ്പുണ്ടല്ലോ, ആ മരക്കൊമ്പിൽ രണ്ട് എലികൾ കറുത്തതും വെളുത്തതുമായ രണ്ട് എലികൾ അതിനെ കാർന്ന് തിന്നുന്നുണ്ടല്ലോ. അതാണ് നമ്മുടെ രാപ്പകലുകള്, നമ്മുടെ രാപ്പകലുകള് രാവും പകലും ഇങ്ങനെ കടന്നു പോവുകയാ. ഒരു രാവ് കഴിഞ്ഞാൽ ഒരു പകല് വരുന്നു, ഒരു പകല് കഴിഞ്ഞാൽ രാവ് വരുന്നു. പക്ഷേ ഇതൊന്നും നമുക്ക് മടക്കി കിട്ടുന്നില്ലല്ലോ, ഇതങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. സമയം അമൂല്യമാണല്ലോ, അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ക്ലോക്കിലെ ആ സൂചി നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമെങ്കിലും സമയത്തെ നമുക്കൊരിക്കലും തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. ഇത്തരത്തില് ആ എറ്റിയൂരുന്ന ആ തുള്ളിയുണ്ടല്ലോ, ആ തുള്ളിയാണ് ദുനിയാവ്. അത്രമാത്രം വലിപ്പമേ ദുനിയാവിലുള്ളൂ. പക്ഷേ നമ്മളതാ ഒത്തിവിടുന്ന ആ സ്വാദിഷ്ടമാകുന്ന ചെറുതുള്ളിയുണ്ടല്ലോ, ആ തുള്ളി കാരണമായി കൊണ്ട് നമ്മുടെ മരണത്തെ നമ്മൾ മറക്കുകയാ. നമ്മുടെ കബറെ നമ്മൾ പോയി കിടക്കുന്ന 6 അടി മണ്ണാകുന്ന കൂരിട്ടുള്ള ആ കബറെ നമ്മൾ മറക്കുകയാ. നമ്മൾ കഴിഞ്ഞു പോകുന്ന സമയമേ നാം മറക്കുകയാ. കബറന്നു കേട്ട തക്ഷണം നീനട്ടെ
സുബ്ഹാനാ ആ ഖബറിൽ നാം പോയി കിടക്കേണ്ടതല്ലേ ആ ഖബറിനെ നാം മറക്കുന്നു രമ്യഹർമ്മങ്ങളെ നാം ഇഷ്ടപ്പെടുന്നു കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ വല്ലാത്ത കഠിനമാണ് ഈ മരണത്തിന്റെ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു കൊടുത്ത ഒരു കഴിവുണ്ട് അല്ലാഹുവിന്റെ ഇതിന് പ്രകാരം അല്ലാഹുവിന്റെ സമ്മതപ്രകാരം മനുഷ്യന്മാർക്ക് ജീവൻ കൊടുക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയിട്ടുണ്ട് ഒരിക്കൽ അതാ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനത വന്നുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയുകയാ ഓ ഈസാ നബിയേ വളരെ അടുത്ത് മരണപ്പെട്ടവരെയാണല്ലോ നിങ്ങൾ ജീവിപ്പിക്കുന്നത് എന്നാ കുറെ കാലം മുന്നേ മരണപ്പെട്ടവരെ നിങ്ങൾ എന്താണ് ജീവിപ്പിക്കാത്തത് അതിന് നിങ്ങൾക്ക് കഴിയൂടെ എന്ന് ചോദിച്ചപ്പോ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുന്നു നിങ്ങൾ ആരെ കാണിച്ചു തന്നാലും അല്ലാഹുവിന്റെ ഇതിനുണ്ടെങ്കിൽ ഞാൻ അവനെ ജീവിപ്പിക്കുമെന്ന് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനത അതാ ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാ എത്രയോ വർഷം മുമ്പുള്ള ഒരു ഖബർ കാണിച്ചു കൊടുക്കുകയാ ആരുടെ ഖബറാണെന്നറിയുമോ മഹാനായ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് 980 കൊല്ലത്തോളം ആളുകളെ പ്രബോധനം ചെയ്ത മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമിന്റെ ഖബറായിരുന്നു അത് ആ ഖബർ കാണിച്ചു കൊടുത്തുകൊണ്ട് റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനത പറഞ്ഞു ഈസാ നബിയെ ഈ ഖബറിൽ ആളെ നിങ്ങളെ ജീവിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോ നിങ്ങളൊന്ന് ഒഴിയിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോ മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാ റബ്ബേ രാജാധിരാജനായ തമ്പുരാനേ നീ ഖബറിൽ കിടക്കുന്ന ആളെ ഒന്ന് നീ എണീപ്പിക്കണേ അല്ലാഹ് ഈസാ നബി അലൈഹിസ്സലാം ദുആ ചെയ്യേണ്ട താമസം ആ ഖബറിലുള്ള ആള് ഖബർ പിളർന്നുകൊണ്ട് വരികയാ നോക്കുമ്പോഴതാ മഹാനായ പുറത്തേക്ക് വരികയാ സലാം പറഞ്ഞു അസ്സലാമു അലൈക്കും സലാം അടക്കി ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു മൻ അൻത നീ ആരാ അപ്പോ ഖബറിൽ നിന്ന് എണീറ്റ് വന്ന ആള് പറയുന്നു ഞാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമാണ് എന്ന് പറഞ്ഞപ്പോ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാ ഓ സാമേ ഇതെന്ത് പറ്റി നിങ്ങളുടെ തലയും താടിയുമെല്ലാം നരച്ചു പോയിട്ടുണ്ടല്ലോ സാമേ നിങ്ങളുടെ കാലഘട്ടത്തില് നിങ്ങൾ മരണപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് നരയൊന്നുമില്ലല്ലോ ആ സമയത്ത് നരയൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ അങ്ങ് വിളിച്ചപ്പോ നിങ്ങൾ എന്നെ വിളിച്ചപ്പോ ഞാൻ ഖബറിൽ കിടന്ന ആ സമയത്ത് നിങ്ങൾ എന്നെ എണീക്കാൻ പറഞ്ഞു വിളിച്ചല്ലോ ആ സമയത്ത് ഞാൻ ഖിയാമത്ത് നാൾ സംഭവിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി ഖിയാമത്ത് നാൾ സംഭവിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചു പോയത് ആ ഖിയാമത്ത് നാളിന്റെ ഭീകരതയുണ്ടല്ലോ ആ ഖിയാമത്ത് നാളിന്റെ കാഠിന്യമുണ്ടല്ലോ അത് ഓർത്തുകൊണ്ട് എന്റെ മുടിയും താടിയും നിറച്ചു പോയതാണ് എന്ന് മഹാനായ അലൈഹിസ്സലാമിനോട് ചോദിച്ചു നിങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് എത്ര വർഷമായി സാമേ ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഞാൻ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ട് 4000 വർഷമായിട്ടുണ്ട് 4000 കൊല്ലമായിട്ടുണ്ട് ഈസാ നബി അലൈഹിസ്സലാം വീണ്ടും ചോദിക്കുകയാ എങ്ങനെയാണ് സാമേ നിങ്ങൾക്കുണ്ടായ മരണം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് സാമ പറയുകയാ ഞാൻ മരണപ്പെട്ടിട്ട് 4000 വർഷമായല്ലോ മരണം
സമയത്ത് എനിക്ക് അനുഭവപ്പെട്ട വേദനയുണ്ടല്ലോ, എന്റെ തൊണ്ടക്കുഴയിൽ നിന്ന് ആ സമയത്ത് ഞാൻ അനുഭവിച്ച അസ്രായീൽ അലൈഹിസ്സലാം, മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാമിന്റെ റൂഹിനെ പിടിക്കുമ്പോ ആ സമയത്ത് ഞാൻ അനുഭവിച്ച വേദനയുണ്ടല്ലോ, അതിപ്പോഴും എനിക്ക് പോയിട്ടില്ല. വല്ലാത്ത കാഠിന്യമാ, വല്ലാത്ത ബുദ്ധിമുട്ടാ. മറ്റൊരു മരണത്തിന്റെ ഭീകരതയെ കുറിച്ച് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മരണത്തെ പുൽകാൻ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, മനുഷ്യൻ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാമിന്റെ പൂർണ്ണ രൂപത്തോടെയാണ് കാണുന്നത്. വല്ലാത്ത പേടിപ്പെടുത്തുന്ന രൂപമാ, വല്ലാത്ത ഭയപ്പെടുത്തുന്ന രൂപമാ. അതുകൊണ്ടാണ് മരണപ്പെട്ട ആളുകളുടെ കണ്ണുകള് മേൽപോട്ട് ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് വല്ലാത്ത സഹതാപത്തോടുകൂടെ അസ്രായീൽ അലൈഹിസ്സലാമിനെ നോക്കുന്നതാണ് നോട്ടമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ നമ്മൾ ബദരീങ്ങളുടെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലുന്നത് കാരണമായി കൊണ്ട് മഹാന്മാരായ അമ്പിയാക്കൾക്ക് നൽകപ്പെടുന്ന അമ്പിയാക്കളുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ നമ്മുടെ റൂഹിനെ പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും ഞാൻ പറഞ്ഞു വെക്കാൻ കാരണം ഇതാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈ ദുനിയാവിലുള്ള ജീവിതം. ഈ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് നൽകുന്ന ഓഫറുകളാണ് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അതുപോലെ തന്നെ രാവുകൾ, സ്ഥലങ്ങൾ, മഹത്വമായ ആളുകൾ അല്ലാഹു നൽകുന്ന ഓഫറാണ്. അതിൽ ഏറ്റവും വലിയ ഓഫറാണല്ലോ ഈ റമദാൻ. ആ റമദാൻ നമ്മിൽ നിന്ന് കടന്നു പോവുകയാണ്. ഈ റമദാൻ ഇനിയും നമുക്ക് ലഭിക്കണം. അപ്പോ അശ്രദ്ധവാന്മാരായി ഈ ദുനിയാവിന്റെ പുറകിൽ ഓടിക്കൊണ്ടുപോയി ഈ ദീനിന്റെ കാര്യങ്ങളെ അശ്രദ്ധപൂർവ്വം നമ്മൾ നോക്കിക്കാണുമ്പോ ഈ ഒരു അവസ്ഥയിലായിരിക്കും നമുക്ക് വരാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകളെല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് മദ്രസയിലേക്ക് പ്രവേശിക്കും. മഹാനായ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഈ നോമ്പ് അവസാനിക്കട്ടെ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ശഹ്റു റമളാൻ മുഅല്ലഖുൻ ബൈന സമാഇ വൽ അർദ്. ആകാശഭൂമികൾക്കിടയിൽ ഈ റമളാൻ ഇങ്ങനെ കെട്ടി നിൽക്കും, അങ്ങോട്ട് പോകാതെ കെട്ടി നിൽക്കും. വലാ യുർഫഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അത് ഉയരുകയില്ല. ഇല്ലാ ബി സക്കാത്തിൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് നൽകൽ കൊണ്ടല്ലാതെ നമ്മുടെ ഈ റമദാൻ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഫിത്ർ സക്കാത്ത് കൊണ്ട് നോമ്പിന്റെ എല്ലാവിധ അപാകതകളും പരിഹരിക്കപ്പെടും. നമ്മുടെ നിസ്കാരങ്ങളിൽ എല്ലാ അപാകതകളും സംഭവിക്കുമ്പോൾ സഹ്വിന്റെ സുജൂദ് ചെയ്യാറില്ലേ, അതേപോലെ തന്നെ പരിഹരിക്കപ്പെടും ഈ ഫിത്ർ സക്കാത്ത് കൊണ്ട്. ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്ന സമയം ശവ്വാൽ മാസപ്പിറവിക്ക് ദൃശ്യമാകുന്ന സമയം, അതല്ലെങ്കിൽ റമദാൻ 30 പൂർത്തീകരിക്കുമ്പോൾ ആ ഫിത്ർ സക്കാത്ത് നമുക്ക് നിർബന്ധമാകുന്നു. അത് നൽകേണ്ട അഫ്ളലായ സമയം പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് കൊടുക്കലാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ കാരണമില്ലാതെ ആ പെരുന്നാൾ നിസ്കാരത്തെയും വിട്ട് പിന്തിക്കൽ കറാഹത്താണ്. അതേ പിന്തിക്കൽ ഹറാമാണ്, പിന്നെയും വിട്ട് പിന്തിക്കൽ ഹറാമ് വരും. എന്നാൽ അർഹരായ അയൽവാസികളെയും ബന്ധുക്കളെയും പ്രതീക്ഷിച്ചുകൊണ്ട് പിന്തിപ്പിക്കുന്ന സുന്നത്തുമാണ്. കാരണം കൂടാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കലാണ് വരുന്നത്. പിന്നെ നൽകേണ്ട വസ്തു അത് ആ നാട്ടിൽ ഉപയോഗിക്കുന്ന ധാന്യം, ഒരാൾ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ നിന്ന് മുന്തിയ ഇനം നൽകണം, താഴ്ന്ന നൽകാൻ പാടില്ല. മഹാനായ നമ്മളൊക്കെ നല്ല മുന്തിയ അരിയാണ് നൽകുന്നത്. മഹാനായ ഷാഫി മദ്ഹബ് പ്രകാരം ധാന്യം നൽകണം, ധാന്യം തന്നെ നൽകണം. എന്ത് പറ്റൂല, വില നൽകിയാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കുകയില്ല. മാത്രല്ല അത് ഒരു സ്വാദാണ് ഒരാൾക്ക് നൽകുന്നത്. ഒരു സ്വാദ് ഇതൊരു 2 കിലോ അതുപോലെ തന്നെ നെല്ലിയൊക്കെ ഉണ്ടാവും. അത് പൂർണ്ണമായി നമ്മൾ എടുക്കുമ്പോൾ ഒരു പിന്നെ അരികളുടെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് കനം കുറഞ്ഞ അരിണ്ടാവും, കനം കൂടിയ അരിണ്ടാവും. വരികളുടെ വ്യത്യാസം അനുസരിച്ചിട്ട് അതിന്റെ തൂക്കത്തിലും ഒക്കെ മാറ്റം വരും. പൂർണ്ണമായി നോക്കുമ്പോൾ ഒരു നല്ല അരി കൊടുക്കുമ്പോൾ ഒരു 3 കിലോനൊക്കെ ഒരാൾക്ക് കൊടുക്കുന്നത് ഉത്തമമാകും ഇൻഷാ അല്ലാഹ്. പിന്നെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത് ആ സമയത്ത്, ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാകുന്ന സമയത്ത് ആ വ്യക്തി എവിടെയാണോ
ആ സമയത്താണ് അത് അവിടെയാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കൊടുക്കാൻ നിർബന്ധമാകുന്നത് പെരുന്നാൾ ആ ദിവസം താൻ ചെലവിന് കൊടുക്കാനും ഒക്കെ ബാക്കി ചെലവിന് കൊടുക്കാനും ഒക്കെ കൊടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ബാക്കിയുള്ള പൈസത്തിൽ ബാക്കി വരുന്ന ആളുകൾക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധമാകുന്നത്. അതുപോലെ തന്നെ നാട്ടിലെ ഫക്കീറുകളായ ആളുകൾക്കാണ് ഫിത്ർ സക്കാത്തിനെ നൽകേണ്ടതും. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മനസ്സിലാക്കാനും നല്ലത് പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഫിത്ർ സക്കാത്ത് നൽകലോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അനുഷ്ഠിച്ച നോമ്പുകളൊക്കെ അല്ലാഹു നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ. അതുവഴി റമദാൻ കൊണ്ട് വിജയിച്ച മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുവഴി നമ്മൾ ചെയ്ത ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് വിട്ടു മാഫാക്കി തരുമാറാകട്ടെ.